ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിള്ളേർ വരി നടന്ന് പോകുന്നത് അമ്പലത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ ബാക്കിൽ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് പൂരമാണ്, അമ്പലക്കാട് പൂരമാണ്. അപ്പോൾ പൂരത്തിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു പൂരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണാനേ. ഇതാണ് നമ്മുടെ അമ്പലം. ഇപ്പം അമ്പലത്തിൻ്റെ പേര് ശിവനാരായണ ക്ഷേത്രം എന്നാണ്. ആദ്യം ഭുവനേശ്വരി അമ്പലമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഭുവനേശ്വരി അമ്പലം അമ്പലക്കാടായിരുന്നു. പിന്നെ ഇത് ശിവനാരായണ ക്ഷേത്രം എന്നാക്കി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യം അമ്പലം ഭയങ്കര ചെറിയൊരു അമ്പലമായിരുന്നു. പിന്നെ ഓരോ വർഷങ്ങൾ വരുമ്പോൾ ഓരോ മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പം ഇങ്ങനെയായത്. ഇപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ഇപ്പോൾ അമ്പലം കാണാനായിട്ട്. അപ്പം നമുക്ക് മെയിൻലി 2 പൂരങ്ങളാണ് നമ്മൾ ആഘോഷിക്കുക. ചോദിച്ചിരുന്നു പൂരം, അമ്പലക്കാട് പൂരം, രണ്ടും നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാറുള്ളതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ നമ്മുടെ അമ്പലക്കാട് പൂരം. അമ്പലക്കാട് അമ്പലത്തിലത്തെ പ്രസിഡൻ്റാട്ടോ നമ്മുടെ അച്ഛൻ. അപ്പോൾ അതേ അച്ഛനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അച്ഛനാണ് ഈ വീഡിയോയൊക്കെ എനിക്ക് കൊടിയേറ്റത്തിൻ്റെ വീഡിയോയൊക്കെ എനിക്ക് അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ കൊടിയേറ്റത്തിൻ്റെ ഇതൊന്നും നമ്മൾ കണ്ടില്ല, ഇങ്ങനെ വീഡിയോ അയച്ചു തന്നപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇത് ഈ പൂരം നമ്മൾ എല്ലാ കൊല്ലം പൂരം ആഘോഷിക്കാറുണ്ടെങ്കിലും ഈ വട്ടത്തെ പൂരം ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും അടിച്ചു പൊളിച്ചു. ഞങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ ഡാൻസ് ഇതൊന്നും നമ്മളിങ്ങനെ കളിക്കാനൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഇങ്ങനെ ആൾക്കാരെന്ത് വിചാരിക്കുന്ന വെച്ച് കളിക്കാണ്ടൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വട്ടം അങ്ങനെ ആയിരുന്നില്ല. ഈ വട്ടം ഞങ്ങൾ കളിക്കാത്ത ആൾക്കാർ വരെ കളിച്ചു എന്ന് പറയാം. ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായൊരു പൂരമായിരുന്നു കേട്ടോ ഇക്കൊല്ലത്തെ. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാവരും ഉണ്ടാവട്ടെ പൂരം കൂടാനും ആഘോഷിക്കാനും ഒക്കെ. അപ്പം നമ്മൾ ഈ വർഷത്തെ അടിച്ചു പൊളി ഒരു പൂരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇന്ന് നമ്മുടെ അവസാനത്തെ ഇക്കൊല്ലത്തെ അവസാനത്തെ പൂരം. ഞാനും ഇവിടെ തല്ലൂടി ചാവും. കഴിഞ്ഞ ചോദിച്ചിരിക്കുന്ന പൂരത്തിന്റെ ഒരു തല്ലൂട്ട കഴിഞ്ഞോളോ. അത് ഞാൻ നീതി ഇതെന്നാ കാര്യം ആരെ മേക്കപ്പ് ഇതെന്ന് കാണിച്ചെന്ന് അമ്മയല്ലല്ലോ. ഇതിന്റെ മേമ മേക്കപ്പ് ചെയ്ത് കൊടുത്താണ്. എത്ര സുന്ദരമായ കുട്ടിയെന്നറിയോ. ഇതാണ് അവളുടെ മേമാണ്. പിന്നെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല. ചിഞ്ചേച്ചിയെ ഞങ്ങളെല്ലാവരും ഏത് അമ്പലത്തിലത്തെ നമ്മുടെ പൂര ശിവനാരായണ ക്ഷേത്രത്തിലത്തെ ഉത്സവം. ഞങ്ങൾ തൊട്ടപ്പാടത്തെ അമ്പലമാണ് ഞങ്ങളുടെ. പക്ഷെ ആദ്യം ഭുവനേശ്വരി അമ്പലം എന്നാണ് പറയുന്നത്. ഭുവനേശ്വരി അമ്പലം ആര്? ലക്ഷ്മി നാരായണ അമ്പലത്തില് ശിവനാരായണ. ഇപ്പൊ ശിവനാരായണ ആർട്ടിസ്റ്റ് ബേബി ഞങ്ങളുടെ ആർട്ടിസ്റ്റ്. അതിന് ഞാൻ ഷാളോട് പൊതിയുന്നതാണ്. വെയിലില്ലാത്ത നല്ല വെയിലുണ്ട്. തല തിരിച്ചു കഴിയൂ. നമ്മുടെ അനന്തൊക്കെ പന്തലട്ടത്. അനന്ത് ടീമോളിട്ട് ഞങ്ങളുടെ പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്. ഞങ്ങൾ ഇതുവരെ വീഡിയോയിൽ തറവാട്ട് വീടും പാപ്പനൊന്നും കാണിച്ചിട്ടില്ല. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പാപ്പനെ എപ്പോഴും തിരക്കൊക്കെ ആയിട്ട് തോറ്റത്തിന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ തറവാട്. ഞങ്ങളിതുകൂടെ പണ്ട് ഭുവനേശ്വരി അമ്പലം, അന്ന് ഭുവനേശ്വരി അമ്പലമായിരുന്നു. ഇപ്പൊ പോണ അമ്പലത്തിന്റെ പേര് അന്ന് ഞങ്ങൾ ഭുവനേശ്വരി അമ്പലം. ഇപ്പോഴത്തെ പോലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു തറക്കല്ല് മാത്രമായിട്ട് ഞങ്ങൾ ഇതുകൂടെ വർത്താനം പറഞ്ഞ് ചൊവ്വയും വെള്ളിയും ഭജനയ്ക്ക് പോവായിരുന്നു. അമ്പലം അതെ തക്കും ജനിച്ചിട്ടില്ല. അന്ന് ഇവിടത്തെ ഇത് നമ്മുടെ കടവി മാഷിന്റെ സ്ഥലല്ലായിരുന്നു. വീട്ടിലൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. ആ വീട് അപ്പോഴും ഇവിടെ വീടോളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ചക്കമരം ഉണ്ടായിരുന്നു, പ്ലാവ് ഉണ്ടായിരുന്നു, താമര ചക്ക. നല്ല അടിപൊളി നല്ല മധുരമായിട്ട് സ്റ്റേജിയ ചക്ക കൊണ്ട് തരാറുണ്ട്. നല്ല മധുരമുള്ള ചക്ക. ഇപ്പൊ ഇവിടെയൊക്കെ നല്ല മാറ്റം
ഭയങ്കര ഈ വീട് മാറ്റില്ല, പക്ഷെ ഇപ്പൊ പറമ്പായിരുന്നു. ഈ വീടിന് മാത്രം ഒരു മാറ്റില്ല, പക്ഷെ ഈ സ്ഥലങ്ങൾ അവിടെയൊക്കെ നല്ല വീടുകൾ വന്നു, റോഡ് പണിതു, അങ്ങനെ നല്ല ചേഞ്ച് ആയി. ഞങ്ങള് വേണ്ട അവിടെ പോകുമ്പളേ കശുമാവും തോട്ടങ്ങളല്ലേ വൈറ്റ് പണ്ട് പേരുണ്ടായിരുന്നു. നമ്മള് പണ്ട് പറയാറ് ആട്ടക്കാരന്മാരുടെ വഴി എന്നാ പറയാറ് ഇതിനെ. നല്ല സങ്കടി വീടിന്റെ വഴി ഇങ്ങനെ തുട്ടി പാവിനെടുത്ത് ക്ഷീണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. കുറേ സ്ഥലമുണ്ട് കേട്ടോ അമ്പലത്തിൽ പൂരം നടത്താനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഒരു അമ്മതി വെയിലായിരുന്നു. അപ്പോൾ വേഗം നമ്മൾ അകത്തേക്ക് കയറി തൊഴാനായിട്ടാണ്. നമ്മൾ എല്ലാ വർഷം അങ്ങനെ പൂരത്തിനൊന്നും പോയിട്ട് അമ്പലത്തിൽ നിന്ന് ഫുഡ് അങ്ങനെ ഒരു സ്ഥലത്തും പോയി കഴിക്കാറൊന്നുമില്ല, പറ്റാറില്ല. പക്ഷേ എല്ലാ വർഷവും നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ടാട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക. എല്ലാ വർഷവും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ തൊഴുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് നിൽക്കാട്ടോ. ഇപ്പം ഞങ്ങൾ തൊഴാൻ പോവാണേ. അപ്പോൾ പിള്ളേരനുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടന്നൊക്കെ വന്നപ്പോൾ ലേറ്റായി. കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ പിള്ളേർ വേഗം അമ്മായിയുടെ ഒപ്പം വന്നത്. പിള്ളേർ വേഗം അമ്മായിയുടെ ഒപ്പം വന്നിട്ട് അവർ ഫുഡ് കഴിച്ചിട്ടിരിക്കണതാട്ടാ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട്. എന്നിട്ട് അവർ തന്നെ പോവുകയും ചെയ്തു വീട്ടിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, അവർക്ക് അറിയാൻ വഴിയൊക്കെ. അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതാട്ടാ. അച്ഛൻ്റെ അവിടെ വയ്യാണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ രാവിലെ നേരത്തെ പോയതാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ മിഴി അച്ഛനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊഴാനൊക്കെ. മിഥുന് നല്ല തിരക്കാ. ആളുകൾ മുഴുവൻ ഫോട്ടോ പോകുന്നുണ്ടാ. അമ്പലത്തിലത്തെ പ്രസിഡന്റ് അല്ലേ? അമ്പലത്തിലത്തെ പ്രസിഡന്റ് ഞങ്ങളുടെ വകയിലൊരു അച്ഛനെ വീട്. ശിവനാരായണ ക്ഷേത്രത്തിലത്തെ മിതുട്ടി ഞങ്ങളുടെ ചാനലിലൊരു ചെറിയ അങ്ങനെ ഒരു സാഹസം കാണിച്ചിട്ടുണ്ട്. കണ്ടന്റ് വീഡിയോസ് ഒക്കെ പിന്നെ ഫാമിലിയുടെ എല്ലാതും കാണിക്കുന്നുണ്ട്. തുട്ടിയുടെ പേരില്ല ഞങ്ങൾക്ക് ഒരു പുതുമുഖം അല്ല. നമ്മുടെ കൂടെ നമ്മുടെ സ്കൂളില് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കോമ്പറ്റീഷൻ വരെ പോയിട്ടുണ്ട്. നമുക്കൊരു അഭിമാനമാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രൗഡ്. നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരു കുട്ടി ഈ ഒരു പൊസിഷനിൽ എത്താന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ. ഒരു സിനിമ കാണാത്ത ആൾക്കാരുടെ ആവേശം എല്ലാവരും പോയി കണ്ടിട്ടുണ്ട്. ചേട്ടൻ അഭിനയിച്ചത് കൊണ്ട് മാത്രം. അത് ഓരോ സീൻ വരുമ്പോ ഞങ്ങൾ അവിടെ ഏറ്റിന്ന് കൈയടിക്കുകയായിരുന്നു. നമുക്ക് ഭയങ്കര പ്രൗഡ് അല്ല, നമുക്ക് ഭയങ്കര പ്രൗഡ് അല്ലേ ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോ. ഞങ്ങളുടെ നാട്ടുകാരാണ് പറഞ്ഞൊന്ന് കേക്കണ്ട. അന്നദാനത്തിന് വരുന്നില്ല. നമ്മുടെ ചേച്ചി വരുന്നില്ല. ഫുഡ് കഴിച്ചാ ഞങ്ങള് നേരെ വൈകി
എന്തത് എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി ഫുഡാ. നമ്മുടെ വരി നിൽക്കണമെന്നില്ലേ? വരി നിൽക്കണമെന്നില്ലേ? അത്രയൊന്നും വന്നാശത്തോടാണ്ട് കയറിയില്ലേ? കയറി ഫുഡല്ലേ ആദ്യം വേണ്ട. പാപ്പന്റെ മോള് മൂട്ടി പോച്ചോള് വെയില്. ആ അവരോ എല്ലാരും ഉണ്ടാ എവിടെ? വെയിലത്ത് നിക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരാട്ടോ വല്യമ്മ. അവള് 10ാം ക്ലാസ്സിലാണ്. അവളില്ല നമ്മളെങ്ങനെയുണ്ട് റീലിന്റെ എടുക്കില്ല. ഇവളുടെ രണ്ടാമത്തെ ഞാൻ മാത്രം കാണാത്ത ക്ലോസ് ഫ്രണ്ട് പറയാണോ? 9ാമത്തോട്ട് കൂട്ടം കൂടിയതാ ബെസ്റ്റ് ഫ്രണ്ട്. പേര് പറയടി. വിജിത പരിചയപ്പെടുത്തി. അതേ ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞു. പിന്നെ തിരക്കായിരുന്നു പിള്ളേരെ. ഇവള് കണ്ടു, ഞാൻ കണ്ടില്ലേ? ഇത് വിനായക് വിജിതര മൂത്താള്. മോള് വന്നിട്ടില്ല. ചേട്ടന്റെ ചായ ഉണ്ട്. അല്ലേ ചേച്ചിയുടെ ചായ അപമാനക്കുറവ്. 2 ഐസ്ക്രീം കൈ പിടിച്ചോണ്ട് കൂട്ടാൻ നോക്കട്ടാ നമ്മക്ക് അമ്മേരി അല്ലേ? ഞങ്ങളൊക്കെ നല്ല വണ്ണായിട്ടാ അന്നത്തേക്ക്. ഇവിടുത്തെ കുറച്ചതാ വിജിതര. ഒരെണ്ണം തിന്നുന്നുണ്ട്. തന്നെ മോളെ അത് മറ്റേണ്ട്. ആ അതന്നെ. അയ്യോടാ നോക്കടി. അതിന് കേക്കില്ല, അതിന് മനസ്സിലാവില്ല. ആ ആ ആ അത് പഠിച്ചു. നല്ല രസല്ലേ ഇവിടുത്തെ? ഇത് അറിഞ്ഞിട്ടില്ല നമ്മള്.
ആയി വന്നു. എന്തേച്ചി ക്ഷീണായി എത്ര നേരം കുറേ നേരം വെയിറ്റ് ചെയ്ത് ക്ഷീണായി. റീമോളത്തിന് കളിച്ചെടുക്കാൻ റീമോൾ അങ്ങനെ കണ്ടുണ്ടാവില്ല. ഏമാള് ഡോക്ടറുണ്ടാ ചേച്ചിന് നല്ല പരിചയം. ഞങ്ങളുടെ പാപ്പന്റെ മോള് ഞാൻ വീഡിയോയിലൊക്കെ പോവാനുള്ള എന്തേ എന്തേ ആൻഡ്
നോട്ടെ ആയി അക്കുടു അക്കുടു എന്റെ അടുത്ത് കാണില്ലെന്ന് പറയുന്നത് എല്ലാരും കുടിക്കണ്ടേ ഫ്രീ ആയിട്ടാ കുടിച്ചു ഞാൻ വിളിക്ക് മേടിച്ചു കൊടുത്തു ആണോ ഫ്രീ ആയിട്ടാ എവിടെ കളാങ്ങള് അമ്പലത്തിൻ്റെ മോളെ തിരിച്ചു അപ്പൊ ഇപ്പൊ ചാലി പറക്കരുതട്ടാ എടുത്തു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതെന്റെ ചങ്ക് റീന റീന നോക്കി ഇതെന്റെ ചങ്ക് സിസ് കുഞ്ചി ഞാൻ തൊട്ടിയുടെ ഫാനാണ് ഞാന് വയറിലാക്കുന്നു കുഞ്ചി നല്ല ഭംഗിയുണ്ടല്ലോ കുഞ്ചിയെ ഞാൻ സുന്ദരിയാണ് ആരാ പറഞ്ഞേ സോയ അങ്ങനെ പറഞ്ഞു നടക്കോള് ഇവിടുന്ന് വരണ്ടി അറിയാന്ന് നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൂരം വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.